ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. കമൻസിനകത്ത് ഒരുപാട് പേര് ഹെൽത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഹെൽത്തിന് ഒരു പ്രോബ്ലം ഇല്ല, എല്ലാം ഓക്കെ ആണ്. അതുപോലെ ഡെലിവറിയെ കുറിച്ചിട്ടും ചോദിക്കുന്നുണ്ട്. ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഓഫറുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട ആളുകൾ, പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ള ആളുകൾ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇന്നും കൂടിയേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓണം ഓഫറുകൾ ഉണ്ടാവില്ല. 23 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്കിംഗ്. അപ്പം വളരെ കുറഞ്ഞ എമൗണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഡിസ്കൗണ്ട് ചോദിക്കുന്ന ആളുകളുടെ അടുത്താണ് പറയുന്നത് കേട്ടോ. നേരെ റീഡിങ്ങിലേക്ക് പോകാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് മനസ്സിൽ റിപ്പീറ്റ്ലി ആലോചിക്കുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ തോട്ട്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ, എന്താണ് അവരുടെ തോട്ട്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജീനകത്ത് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു ആൻസർ ഇല്ലാണ്ട് നിൽക്കുന്ന ഒരാളുടെ എനർജി. ഓക്കെ, അവർ മെയിൻലി അവരുടെ തോട്ട്സിനകത്ത് അവർ ചെയ്യുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ഡിസിഷനാണ് അവരെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളടുത്ത് അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് അവർക്ക് ഇപ്പോഴും ഒരു ബ്ലാങ്ക് ഔട്ട് ആയിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അറിയാം, അവർക്ക് കറക്റ്റായിട്ട് അറിയാം അവരെന്താ നിങ്ങളടുത്ത് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ എങ്കിലും അത് പ്രോപ്പറായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ ഒന്നും തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഒരു സ്റ്റക്ക് എനർജിയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർ മെയിനായിട്ടും അവരുടെ ആ മനസ്സിലുള്ള ഒരു ഇതെന്ന് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്, മേ ബി നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയുന്നില്ലായിരിക്കും. എന്തായാലും ക്ലാരിറ്റി നമുക്ക് ടാരോട്ട് കാർഡ്സ് എടുത്ത് നോക്കാം. എനർജിയിൽ അവരുടെ ഒരു സ്റ്റക്ക് എനർജിയാണ് കാണുന്നത്. ഒരു ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരാളുടെ എനർജി. എന്താണ് അവരുടെ തോട്ട്സ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്? മെയിൻ സ്ട്രെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അതായത് സ്ട്രോങ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ, നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. മേ ബി നിങ്ങളെ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം, നിങ്ങളുടെ ചിലപ്പം ഒരു ബ്രേക്കപ്പ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഇല്ലായിരിക്കും, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കും. മേ ബി അതായിരിക്കും നിങ്ങളുടെ ഇടയിൽ റീസൺ എന്ന് പറയുന്നത് പോലും. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരുന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ കൊണ്ടുവരണം എന്നുള്ളത് അവർ മെയിൻലി വിചാരിക്കുന്ന ഒരു കാര്യമാണ്. സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ വേണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് അവർ സ്ട്രെങ്ത് എടുക്കുന്നുണ്ട്. മൂൺ കാർഡാണിത്. ഇപ്പോഴും അവർ ആരൊക്കെയോ പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ ഭയങ്കരമായിട്ടും ആൻസൈറ്റി ഉണ്ട്. ഓക്കെ, അവരുടെ ലൈഫിനെ തന്നെ അവർ പേടിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു അവരുടെ ഒരു സ്റ്റക്ക് എനർജിയെ കുറിച്ചിട്ട്. ഒരു ഐഡിയ ഇല്ല അവർക്ക്, എന്താ ഡിസിഷൻ എടുക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഒന്നും അവർക്കില്ല. സോ ഒരു മൂൺ എനർജി വരുമ്പം അവർക്ക് സ്വയം ഒരു ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവുക, ആൻസൈറ്റി, ഉത്കണ്ഠ ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഓവറായിട്ടാണ് അവർക്കുള്ളത്. ഒരു ഡിപ്രഷൻ പോലെയുള്ളൊരവസ്ഥ. അവർ ചിലപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരെ പേടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെങ്ങനെയാണ് എടുക്കുക,
അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത് ആലോചിച്ചിട്ടുള്ള ഒരു പേടിയായിരിക്കാം അവർക്ക്. അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം അവർ ഇപ്പോഴും ഓപ്പൺ അല്ല, ഹൈഡാണ്, പല കാര്യങ്ങളും ഹൈഡാണ്. ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് കാണുന്നുണ്ട്. അതവർക്ക് മനസ്സിലാവുന്നില്ല. അവർ സ്ട്രോങ് ആയിട്ട് ഒരു ആൻസറിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുമായിരിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആളുകളോ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, അതൊക്കെ അവരിപ്പം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി അത് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലെ പ്രശ്നം നിങ്ങൾ രണ്ടുപേരുമല്ല ക്രിയേറ്റ് ചെയ്തത്, പുറത്തുനിന്ന് ഒരാളാണ്. അത് ഫാമിലി ആയിക്കോട്ടെ, ആരാണെങ്കിലും പുറത്തുനിന്ന് ഒരാൾ റീസൺ ആണ് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക, അത് ആദ്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അവർക്കതൊരു ബോധമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മൈൻഡിലേക്ക് അത് വരുന്നുണ്ട്, ശത്രുക്കളുണ്ട് എന്നുള്ളത്. സോ എന്താ പറയുക, നിങ്ങളുടെ പീസാണ് വന്നിട്ടുള്ളത്. സമാധാനം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നായിരിക്കാം ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ടാവുക ഏറ്റവും കൂടുതൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരിപ്പം നിങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നല്ലൊരു തീരുമാനം എടുക്കണം, പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുക്കണം എന്ന് അവർ ഡിസിഷൻ കൊണ്ടുവരണം എന്നുള്ള കാര്യം അവർ മനസ്സിൽ ചിന്തിക്കുമ്പം മെയിൻലി നിങ്ങളുടെ കയ്യിൽ നിന്നായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടിയിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ടായിരിക്കാം അവരങ്ങനെയൊരു കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നത്. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പം ക്ലിയർ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു മെന്റൽ ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ പ്രോപ്പറായിട്ടൊരു ആൻസറിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ അവർക്ക് നല്ല രീതിക്ക് അറിയാം നിങ്ങളാണ് ആ സമാധാനം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നായിരിക്കും അവർ ഏറ്റവും കൂടുതൽ അത് കിട്ടിയിട്ടുണ്ടാവുക, അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക. അത് അവരിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതിനർത്ഥം നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, ആ ഒരു സമാധാനം ആഗ്രഹിക്കുന്നത്. ഭയങ്കരമായിട്ടും വേദനിക്കുന്നുണ്ട് ഈ വ്യക്തി. നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴൊക്കെ അവർക്ക് വേദനയാണുള്ളത്. അത് അവരെ ഭയങ്കരമായിട്ടും സ്റ്റക്കായിട്ട് നിർത്തുകയാണ്. അതായത് അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക എന്ന് പറയും. അപ്പം നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഈഗോ പ്രശ്നങ്ങൾ, ഇത് സോട്സിന്റെ എനർജിയാണ്, ഒരു വാളുകളുടെ എനർജിയാണ്, അത് നെഗറ്റീവാണ്. പക്ഷേ ഇവിടെ കുടുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ വളരെയധികം വേദനിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ മേലെ നിൽക്കുന്ന ഇത്രയും സോട്സുകൾ എന്താണ്, ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആണ്. അതായത് അവർ അത്രയും വേദനിച്ച് നിൽക്കുമ്പോഴും ഈഗോ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ അവരിത് കാണിക്കാൻ തയ്യാറല്ല, അവരത് പുറത്ത് എവിടെയും എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷെ അവരുടെ ആ ഒരു കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ശരിക്കുമുള്ള അവരെ നോക്കുകയാണെങ്കിൽ, ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി നോക്കുകയാണെങ്കിൽ വളരെയധികം വേദനിക്കുന്ന ഒരു വ്യക്തിയാണത്. പവർ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു പവർ കാർഡ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അവരൊരു സ്ട്രെങ്ത് ആർജിക്കാൻ അല്ലെങ്കിൽ എല്ലാം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു പവർ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഒറ്റയ്ക്കാണ് ഈ പേഴ്സൺ, ഇപ്പോൾ എന്തായാലും ഒറ്റയ്ക്കാണ്. അവരുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഒരു സ്റ്റക്ക് എനർജി എന്ന് പറയുമ്പം അവരുടെ മൈൻഡ് ഔട്ട് ആയിട്ടിരിക്കുമ്പോഴൊക്കെ അവർ ഓൾറെഡി എന്താ പറയുക, ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അധികം അങ്ങനെ തേർഡ് പാർട്ടീസുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിലൊന്നും അല്ല അവർ നിൽക്കുന്നത്. അതൊരു സിറ്റുവേഷൻ ആയിട്ട് പറഞ്ഞതാണ്. അപ്പം മെയിൻലി നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ എനർജിയാണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അവർക്ക് എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ അത് ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരാൾ, വേദനിക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കുക, റിയാലിറ്റിയിൽ അവരങ്ങനെയല്ല, അവർ പബ്ലിക്കായിട്ട് അവരങ്ങനെ ആയിരിക്കില്ല. പക്ഷെ അവരുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെയാണുള്ളത്. ഒരു ട്രോമ പോലെ അല്ലെങ്കിൽ ഒരു വേദനയായിട്ടാണ് നിങ്ങൾ കിടക്കുന്നത്. നിങ്ങളുടെ ആ പ്രസൻസ് അവർക്ക് എപ്പോഴും വേണം എന്നുള്ളതാണ്. ഓക്കെ, കാരണം സമാധാനം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളെ മെൻഷൻ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. ഇത് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.